കെപിസിസിയിലെ നേതൃമാറ്റം സംബന്ധിച്ച് എറണാകുളം ആലുവയിൽ പ്രതിഷേധ പോസ്റ്റർ. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മുട്ടം, കളമശ്ശേരി പ്രദേശങ്ങളിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ ഉള്ളത്. കെ എം ഉമേഷ് വിവരങ്ങൾ നൽകാനുണ്ട്. ഉമേഷ്, കെ സുധാകരനെ മാറ്റണമെന്ന ഒരു വിഭാഗം ആവശ്യം ഉന്നയിക്കുമ്പോൾ കെ സുധാകരനെ മാറ്റേണ്ട, ഉപതെരഞ്ഞെടുപ്പ് വരെ തുടരട്ടെ എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഒരു കൂട്ടം മുതിർന്ന നേതാക്കൾ. ആ ഘട്ടത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ ഭിന്നത ഈ വിഷയത്തിൽ രണ്ടു തട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഈ പോസ്റ്ററുകൾ കൂടി വരുന്നത്. സുധാകരന് അനുകൂലമാണോ പ്രതികൂലമാണോ പോസ്റ്ററുകൾ? അന്ന, നിലവിൽ സുധാകരന് അനുകൂലമായാണ് ഈ പോസ്റ്റർ കാണുന്നത്. അതായത് സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് സുധാകരനെ മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ ശക്തിയായ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് ആണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിലെ വാചകങ്ങൾ നമുക്ക് വായിച്ചാൽ കാര്യം വ്യക്തമാവും. അതായത് ഫോട്ടോകൾ കണ്ടാൽ പോലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് തിരിച്ചറിയാത്ത ആൻഡോ ആൻ്റണിയും സണ്ണി ജോസഫും അല്ല കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടത്, സേവ് കോൺഗ്രസ് എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് പോസ്റ്റർ ഉണ്ട്, ഒരേ വാചകങ്ങൾ എഴുതിയ രണ്ട് പോസ്റ്റർ അടുത്തടുത്ത്. സാധാരണക്കാർക്ക് അത് നേരത്തെ മുതിർന്ന നേതാവായ കെ മുരളീധരനും സമാനമായ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അതായത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഫോട്ടോകൾ കണ്ടാൽ പോലും മനസ്സിലാവുന്ന ആളായിരിക്കണം KPCC പ്രസിഡന്റ് ആവേണ്ടത് എന്നൊരു അഭിപ്രായം കെ മുരളീധരനും പറഞ്ഞിരുന്നു. ആ സമാന വാചകം തന്നെയാണ്, അതേ വാചകം തന്നെ എഴുതി പോസ്റ്ററാക്കി ഒട്ടിച്ചിരിക്കുകയാണ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ. ഇതിപ്പോൾ ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഇതുകൂടാതെ തൊട്ടടുത്ത് തന്നെയുള്ള മുട്ടം, കളമശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഇത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ പൊട്ടിത്തെറി കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത്തരം പോസ്റ്ററുകൾ. ആദ്യഘട്ടത്തിൽ ഈ പോസ്റ്റർ എന്നുള്ള നിലയിലാണ് ഒരുപക്ഷെ പരസ്യമായ പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. സുധാകരനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കമാൻഡ് തീരുമാനം വരാനിരിക്കെയാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം കോൺഗ്രസിനകത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആൻഡോ ആൻ്റണിയെ KPCC പ്രസിഡൻ്റാക്കാൻ ഏകദേശം ധാരണയാകുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതിനെതിരെ വലിയ പ്രതിഷേധം പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇത് ഏത് ഗ്രൂപ്പിൻ്റെ എന്നുള്ളത് വ്യക്തമല്ല, പക്ഷേ സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നഗരത്തിൽ തന്നെ 3-4 ഇത്തരം പോസ്റ്റർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് കരുതുന്നത്. അല്പം മുമ്പ് ഗോവിന്ദ മാസ്റ്റർ അടക്കം അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. ഈ കെ സുധാകരനെ മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അത് വലിയ സംഘർഷത്തിലേക്ക് തന്നെ പോകും, വലിയ കലാപത്തിന് കാരണമാകും എന്ന് അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. അതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഈ ആലുവ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അന്ന. അതെ ഉമേഷ്, പരസ്യമായ ഈ പ്രതിഷേധം കൊണ്ട് സുധാകരന് നേട്ടമുണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. കാരണം സതീശ വിരുദ്ധ പക്ഷം പലതവണയും ആവർത്തിച്ചിട്ടുള്ളത് സുധാകരൻ തുടരട്ടെ എന്ന നിലപാടാണ്. ഹൈക്കമാൻഡിന് മുമ്പിൽ സതീശൻ പലതവണയും പരാതിയുമായി എത്തിയപ്പോഴൊക്കെ ആ പിന്തുണ കൊടുത്തിരുന്നത് മുതിർന്ന നേതാക്കളായിരുന്നു. ആ സമയം ഹൈക്കമാൻഡിനൊരു അന്തിമമായ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഘട്ടമുണ്ട് നിലവിൽ. പ്രത്യേകിച്ചും സുധാകരൻ ഇതിന് വഴങ്ങുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ. കാരണം ഒരു പദവി കൊടുത്ത് മാറ്റി നിർത്താൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് പ്രതിസന്ധിയിലാകുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയാണ്. അപ്പോൾ ഈ പോസ്റ്ററുകൾ ഹൈക്കമാൻഡിനെ, സംസ്ഥാന കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നാണല്ലോ. തീർച്ചയായും VD സതീശൻ പക്ഷക്കാർ തന്നെയാണ്. VD സതീശനെ തന്നെയാണ് ഇത് വലിയ സമ്മർദ്ദത്തിലാക്കുക. കാരണം VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം തന്നെയാണ് എത്രയും പെട്ടെന്ന് കെ സുധാകരനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അതിനു വേണ്ടി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുന്ന നിലയൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ മാറ്റിയേക്കും എന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയാണ്. പകരം ആൻഡോ ആൻ്റണിയെ KPCC പ്രസിഡൻ്റാക്കാനുള്ള ഏകദേശ ധാരണയായി സണ്ണി ജോസഫിൻ്റെയും ഒക്കെ പേരുകൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് കെ മുരളീധരനാണ് ഇതിനെതിരെ ആദ്യം പ്രതികരിച്ചത്. ഫോട്ടോ കണ്ടാൽ, അത് അദ്ദേഹം സണ്ണി ജോസഫിൻ്റെയോ അല്ലെങ്കിൽ ആൻഡോ ആൻ്റണിയോ പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷേ ഫോട്ടോ കണ്ടാൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലാകുന്ന ആളായിരിക്കണം KPCC പ്രസിഡന്റ് എന്ന് കെ മുരളീധരൻ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതേ വാചകത്തിൽ തന്നെ ഇപ്പോൾ നഗരത്തിൽ വ്യാപകമായി ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയാണ് എന്നുള്ളതാണ്. ഇത് വലിയ തരത്തിൽ എതിർവിഭാഗത്തെ സമ്മർദ്ദത്തിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനു മുൻപും കെ സുധാകരനെ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടാകുകയും വലിയ പ്രതിഷേധം ഉണ്ടാവുകയും അന്ന് ആ തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കൊക്കെ അന്ന് ഹൈക്കമാൻഡ് എത്തി. ഇത്തവണയും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ പ്രതിഷേധ രൂപത്തിൽ ഉയർന്നു വരുന്നത്.
ഇനി എന്തായിരിക്കും തുടർ നീക്കങ്ങൾ എന്നുള്ളത് പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവും എം പിയുമായ ശശി തരൂർ എറണാകുളത്ത് വെച്ച് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞതും ഇങ്ങനെ ഒരു തീരുമാനത്തെക്കുറിച്ച് തനിക്കറിയില്ല, താൻ പ്രവർത്തക സമിതി അംഗമാണ്, പക്ഷേ ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം തന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, തൻ്റെ അഭിപ്രായത്തിൽ കെ സുധാകരനെ മാറ്റേണ്ടതില്ല, ഈ ഘട്ടത്തിൽ അങ്ങനൊരു അധ്യക്ഷനെ മാറ്റുന്നൊരു സാഹചര്യം ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെതായ നിലപാടായി പറഞ്ഞത്. ഈ ഘട്ടം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഒരു വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. ആ ഘട്ടത്തിൽ അതിനെങ്ങനെ വിജയിക്കാം, കോൺഗ്രസിന് എങ്ങനെ മികച്ച നേട്ടം കൈവരിക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ആ ഘട്ടത്തിൽ ചർച്ച വേണ്ടത്. പക്ഷേ അതിന് പകരം പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളല്ല ഉയർന്നു വരേണ്ടത്, അതല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. ഈ അധ്യക്ഷനെ മാറ്റുന്ന കാര്യമൊന്നുമല്ല ഈ ഘട്ടത്തിൽ പൊതുസമൂഹത്തിന് മുമ്പാകെ എത്തേണ്ടത് എന്ന നിലപാട് അദ്ദേഹവും പറയുകയുണ്ടായി. ഏതാണ്ട് സുധാകരനെ അനുകൂലിക്കുന്ന തരത്തിൽ വലിയൊരു ഒരു മൂവ്മെൻറ്റ് ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അത് വലിയ പല വഴിക്ക് ഇങ്ങനെ പിരിഞ്ഞു നിന്നാൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന തിരിച്ചടി മുൻകൂട്ടി കാണുന്നുണ്ട് ഹൈക്കമാൻഡ്. ആ സമയം സംസ്ഥാന കോൺഗ്രസിലുള്ള നേതാക്കൾ രണ്ട് തട്ടിൽ ഈ വിഷയത്തിൽ നിന്നാൽ, പ്രത്യേകിച്ചും KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയുള്ള ഭിന്നത പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള വിലയിരുത്തലുകൾ അവർക്കും ഉണ്ടാകേണ്ടതാണ്. ഈ വിഷയത്തിൽ കെ സുധാകരനെ മാറ്റാനുള്ള തീരുമാനം കോൺഗ്രസിനകത്ത് വലിയ സംഘർഷത്തിന് കാരണമാകുമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരണമുണ്ട്. ആ പ്രതികരണം ഒന്ന് കണ്ട ശേഷം ഉമേഷിലേക്ക് വരാം. അങ്ങനെ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അത് സംഘർഷം ഉണ്ടാകും കോൺഗ്രസിൽ. കോൺഗ്രസിൻ്റെ അകത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പൊട്ടിത്തെറി ഇപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പൊട്ടിത്തെറി ഉണ്ടാകും. കാരണം അദ്ദേഹത്തെ പിന്തുണക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കന്മാരാണുള്ളത്. മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്നവർ ആരെങ്കിലും ആയിരിക്കണം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന്. അപ്പോൾ വരാൻ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കേട്ട വാർത്തയനുസരിച്ച് മുരളീധരൻ പറയുന്നത് അദ്ദേഹത്തെ ആരും കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, തിരിച്ചറിയില്ല എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയണമെന്ന ആ പരിഹാസം ഉണ്ടല്ലോ, ആ പരിഹാസം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള പരിഹാസമായിട്ടാണ് അത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുക. അതെ ഉമേഷ്, അത് തന്നെയാണ് ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന ആളാകണമെന്ന കെ മുരളീധരന്റെ പരിഹാസം തീർച്ചയായും നേതൃത്വത്തിനോടുള്ളതാണ് എന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നിടത്തു നിന്നാണ് തുടങ്ങേണ്ടത്. കാരണം ഈ ഭിന്നത ഇതിൽ രൂക്ഷമായി ഇരിക്കുന്ന ഘട്ടത്തിൽ കെ മുരളീധരനെ പോലെ ഒരു നേതാവ്, മുതിർന്ന നേതാവ് പരസ്യമായി ഈ വിധത്തിൽ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ അത് നേതൃത്വത്തിനോട് കൃത്യമായുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. അത് ചെറിയ വിഷയമായി തർക്കത്തിൽ ഒടുങ്ങേണ്ടതല്ല എന്നത് പരസ്യമായി പൊതുസമക്ഷത്തേക്ക് കൊണ്ടുവരിക കൂടിയാണ് കെ മുരളീധരൻ. ഈ സമയത്ത് ആ പ്രതികരണത്തിന് വളരെ പ്രസക്തി ഉണ്ട് എന്നതുകൂടി ഈ സമയത്ത് പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഹൈക്കമാൻഡ് ഇതിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കാൻ മാസങ്ങളായി പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിൽ. തീർച്ചയായും കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ ചെറിയ നേതാവല്ല, അദ്ദേഹം മുൻ KPCC പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ പരസ്യമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഫോട്ടോയിൽ കണ്ടാൽ തിരിച്ചറിയുന്ന ആളാവണം KPCC പ്രസിഡന്റ് ആകേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിനെ പോലൊരാൾ പറയുമ്പോൾ വില കുറച്ച് കാണാൻ നേതൃത്വത്തിന് കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ആ ഗൗരവത്തിൽ തന്നെ നേതൃത്വം ഈ വിഷയം പരിഗണിക്കും, അത് ചർച്ച ചെയ്യുകയും ചെയ്യും. ഒപ്പം അദ്ദേഹത്തിനെ കൂടാതെ ശശി തരൂർ MP CPIM പ്രതിനിധി A സജീവൻ ടെലിഫോണിലുണ്ട്. ശ്രീ A സജീവൻ, ഈ പ്രശ്നം കോൺഗ്രസ് നേരിടുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായുള്ളതാണ്. നേതൃത്വത്തിലുള്ള രണ്ടു പേർ തമ്മിലുള്ള ഈ തർക്കം പരസ്യമാകുന്നതും അതിലുണ്ടാകുന്ന പ്രതിസന്ധികളുമൊക്കെ മുൻപ് സമാനതകളില്ലാത്ത വിധം എന്ത് വേണമെങ്കിൽ പറയാം. ഉമ്മൻചാണ്ടി ഒരു വശത്ത് ഉണ്ടായിരുന്ന സമയത്ത് ആ സ്ഥാനത്തേക്ക് വരാൻ മത്സരിച്ച രണ്ടുപേർ, കെ സുധാകരനും VD സതീശനും, അന്ന് അവർ കൈകോർത്തു പിടിച്ചാണ് പാർട്ടിയെ ഉന്നതിയിലേക്ക് നയിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നെങ്കിൽ അതിന് പിന്നീട് കേരള രാഷ്ട്രീയം കണ്ടത് അവർ രണ്ട് തട്ടിൽ നിന്ന് പരസ്യമായി മത്സരിക്കുന്നതാണ്. ഇപ്പോൾ ഈ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം പാർട്ടിക്കകത്ത് തന്നെ ഭിന്നതയ്ക്ക് കാരണമാകുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്ററുകൾ പോലും അതിലൊരു തീരുമാനമെടുക്കാൻ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഹൈക്കമാൻഡിലേക്ക് എന്നല്ലേ? ഒരു പ്രതിപക്ഷ നേതാവിനെയൊക്കെ മാറ്റണമെങ്കിൽ പോസ്റ്റർ യുദ്ധം ആദ്യം ആരംഭിക്കുക എന്ന് പറയുന്നതൊന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സുധാകരന്റെ രംഗത്ത് നമുക്കറിയാം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റായിരുന്ന അദ്ദേഹത്തെ മാറ്റില്ല എന്നുള്ള രീതിയിൽ ചർച്ച ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ കണ്ടത് KPCCയുടെ ആസ്ഥാന മന്ദിരത്തിൽ പുറത്തായിട്ട് സുധാകരൻ പോസ്റ്ററുകൾ നിരക്കെ ഉണ്ടായിരുന്നു. അതായത് ഇത്
അനുയായികളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുക, പോസ്റ്ററുകൾ വെപ്പിക്കുക, അതിലാണ് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എതിരെയുള്ള പോസ്റ്റർ വെക്കുക. അതല്ലെങ്കിൽ ഒരാളെ അകത്ത് കയറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള പോസ്റ്റർ വെക്കുക. ഇതൊരു തരത്തിൽ നമ്മള് പല സിനിമകളിൽ പോലും കാണാറുണ്ടല്ലോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അപ്പൊ അതേപോലെയാണ് ഒരു വേണ്ടി ശ്രീ സജീവന് താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. ഉടനെ തന്നെ താങ്കളിലേക്ക് തിരിച്ചു വരാമെന്ന് ഞാൻ കരുതുന്നു. ഉമേഷ് തുടരുന്നുണ്ട്. ഉമേഷ്, ഈ പറഞ്ഞതുപോലെ പോസ്റ്റർ യുദ്ധം ആദ്യമേ തന്നെ തുടങ്ങി വെക്കുകയാണ് കോൺഗ്രസ്. ഇതിനുള്ളിൽ നിന്ന് മുതിർന്ന നേതാവ് പറഞ്ഞ അതേ ഡയലോഗിലുള്ളൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിലൊരു ആസൂത്രണം പോലും നടന്നിട്ടുണ്ടോ എന്ന് കരുതേണ്ടി വരുന്നുണ്ട്. കാരണം ഈ രണ്ടു പേർ തമ്മിലുള്ള തർക്കം അവരുടെ അണികളിലേക്ക്, അവരെ പിന്തുണയ്ക്കുന്നവരിലേക്ക് എത്തിയിട്ട് കുറച്ചു കാലമായിട്ടുണ്ട്. ആ പരസ്യ പ്രതിഷേധം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എത്ര കണ്ട് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടാകാം കോൺഗ്രസിന്. പ്രത്യേകിച്ചും ഇവർക്കുള്ളിലെ എതിർപ്പുകൾ, നേതൃത്വത്തിലുള്ള പ്രശ്നങ്ങൾ ഘടകകക്ഷികളിൽ UDF-ൽ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ വലിയ പ്രതിസന്ധി നിലവിൽ കോൺഗ്രസ് തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധി നിലവിൽ കോൺഗ്രസ് നേതൃത്വം നേരിടുന്നുണ്ട്. കാരണം തുടർച്ചയായി തിരിച്ചടികൾ അവർക്കുണ്ടാകുന്നു. സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിൽ അവർ പൂർണ്ണമായും പരാജയപ്പെടുന്നു. വലിയ തിരിച്ചടികൾ ആ നിലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാർട്ടിക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. ഇതിനൊടുവിൽ കെ സുധാകരനെ മാറ്റാൻ ഉള്ള സമ്മർദ്ദം VD സതീശൻ പക്ഷം ഉയർത്തുന്നു. ആ സതീശൻ്റെ ആവശ്യത്തോട് ഹൈക്കമാൻഡ് ഏതാണ്ട് അനുകൂല സമീപനത്തിലേക്ക് വരുന്നു എന്ന് കാണുമ്പോഴാണ് എതിർവിഭാഗം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വരുന്നത്. അവർ അണികളെ കൊണ്ട് ഇത്തരത്തിൽ പോസ്റ്റർ എഴുതി ഒട്ടിപ്പിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയാണ്. ആദ്യം ഇതിന് തുടക്കമിട്ടത് ഈ സുധാകരനെ മാറ്റാനുള്ളൊരു തീരുമാനം വരുന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെ ആദ്യം പ്രതികരിച്ചത് മുതിർന്ന നേതാവായ K മുരളീധരനാണ്. അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നു. അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് അതേപടി പിന്നീട് പോസ്റ്റർ രൂപത്തിൽ ഈ ആലുവയിലടക്കം വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അന്ന ചോദിച്ചതുപോലെ ഇതിന് പിന്നിൽ എന്തെങ്കിലും ആസൂത്രണമുണ്ടോ എന്ന് സംശയിച്ച് പോകത്തക്ക തരത്തിലാണ് ഈ പോസ്റ്ററുകൾ പലയിടത്തായി പ്രത്യക്ഷപ്പെടുന്നത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണെങ്കിലും K മുരളീധരൻ പറഞ്ഞ അതേ വാചകങ്ങൾ തന്നെയാണ് ഈ പോസ്റ്ററിലും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് K സുധാകരനെ മാറ്റുക എന്ന തീരുമാനത്തോട് അതിശക്തമായി വിയോജിക്കുകയും ആ തീരുമാനത്തെ ഇത്തരത്തിൽ പ്രതിഷേധം കൊണ്ട് ആ തീരുമാനത്തിൽ നിന്ന് ഹൈക്കമാൻഡിനെ പിന്തിരിപ്പിക്കാനുള്ളൊരു സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിൽ ഉണ്ട്. അതൊരു പക്ഷേ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിൻ്റെ അറിവോടെ ആയിരിക്കാം എന്ന് തന്നെയാണ് മറുവിഭാഗവും സംശയിക്കുന്നത്. ഇന്നിപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞതേ ഉള്ളൂ, ഈ വലിയ സംഘർഷങ്ങൾക്കും കലാപങ്ങൾക്കുമൊക്കെ ഈ സുധാകരനെ മാറ്റാനുള്ള തീരുമാനം കാരണമാകും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം രൂപത്തിൽ, ഈ പോസ്റ്റർ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും കൂടുതൽ നേതാക്കളുടെ അടക്കം പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പരസ്പരം പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് ഈ കോൺഗ്രസിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഈ പോസ്റ്ററിൽ കോൺഗ്രസ് നേതാക്കളുടെ അടക്കം പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിമർശിക്കുന്നത്. ആൻ്റണിയെയും സണ്ണി ജോസഫിനെയും പോലെയുള്ളവരെയല്ല KPCC പ്രസിഡന്റ് ആക്കേണ്ടത്. ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്നവരായിരിക്കണം KPCC പ്രസിഡന്റ് ആകേണ്ടത്. അത്തരം ഒരു യോഗ്യതയെങ്കിലും